ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മഹേന്ദ്ര ബൊലേറോ AC ഗ്യാസ് ലീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എവിടെയാണ് ലീക്ക് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് പ്രഷറിൽ നിന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ കണ്ടൻസറിൻ്റെ ലിക്വിഡ് പൈപ്പ് പിടിപ്പിക്കുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയ ഓയിലിൻ്റെ അംശം കാണുന്നുണ്ട്. ഇത് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് അപ്പോൾ നമുക്കത് കണ്ടൻസർ അഴിച്ചൊന്ന് ഊരി നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ഗ്രില്ല് ആദ്യം തന്നെ ഒന്ന് ഊരി മാറ്റണം. ഈ ഗ്രില്ല് ഊരി മാറ്റണം എങ്ങനെയെന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. 410-ൻ്റെ ബോൾട്ടാണത്. അത് ഫുള്ളായിട്ട് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെച്ചാൽ മതി അവിടെ തന്നെ. ബോൾട്ട് കാണിച്ചു തരാം. AC ഗ്യാസ് ഒരിക്കലും ഉപയോഗിച്ച് തീരുകയോ ഇത്ര വർഷം കഴിഞ്ഞാൽ രണ്ടാമത് അടിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ലീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കുറയുകയുള്ളൂ. ഈ ഒരു ബോൾട്ട് അടിയിൽ, ഈ ഒരു 10-ൻ്റെ ബോൾട്ട്, പിന്നെ മുകളിലായിട്ട് തന്നെയാണ്, അതിൻ്റെ നേരെ മുകളിൽ തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് കുനിഞ്ഞങ്ങായിട്ട് നോക്കണം കേട്ടോ, എന്നാലേ കാണുള്ളൂ. കാരണം ഈ ഒരു ബോൾട്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തും മുകളിലായിട്ട് ഈ ബോൾട്ട് കണ്ട. ഇത് ഫുള്ളായിട്ട് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ലൂസ് ചെയ്താൽ മതി. അതെല്ലാം അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലൂസ് ചെയ്തതിന് ശേഷം നേരെ വലിയ ചെറിയ ലോക്ക് പോലെ ആയിരിക്കും. നമുക്ക് നേരെ വലിച്ച് പുറത്തേക്കെടുക്കാം. കണ്ട, ഇതാണ് ഇപ്പോൾ നമ്മളുടെ കണ്ടൻസർ, ഡിസ്ചാർജ് പൈപ്പ്, ലിക്വിഡ് പൈപ്പ്. ഇതിൻ്റെ കടക്കലാണ് നമുക്ക് ലീക്കിൻ്റെ ഇതായിട്ട് തോന്നുന്നത്. ജസ്റ്റ് ഓയിലുണ്ട് അവിടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പൈപ്പുകൾ വിടിയിക്കണം കണ്ടൻസർ വന്ന്. ഇതുപോലെ 10-ൻ്റെ 2 നെട്ട് അഴിച്ച് കഴിഞ്ഞാൽ 2 പൈപ്പും ഊരാം നമുക്ക്. പ്രഷർ നമ്മൾ ലീക്ക് നോക്കാനടിച്ച പ്രഷർ ഇതിൽ നിന്നും കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ പൈപ്പ് പിടിക്കാൻ. ഈ ഒരു 10-ൻ്റെ ബോൾട്ട്, ഈ ഒരു 10-ൻ്റെ ബോൾട്ട്, അതുപോലെ തന്നെ അടിയിലും ഉണ്ട് 10-ൻ്റെ ബോൾട്ട് ഈ കണ്ടൻസറിനെ ഇതുമ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 4ഉം അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻസർ ഇങ്ങോട്ട് ഊരെടുക്കാം. അതിന് 2 സൈഡിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം അഴിച്ച് മാറ്റിയത്, ഞാൻ കാണിച്ചു തരാം പ്ലാപ്പ്. ആ പ്ലാപ്പ് അഴിച്ചാലേ നമുക്ക് ഈ ബോൾട്ട് കാണുള്ളൂ കേട്ടോ, കണ്ടൻസർ പിടിപ്പിച്ചിരിക്കുന്ന ബോൾട്ട്. പ്ലാപ്പ് കാണിച്ചു തരാം. പിന്നെ ഹോൺ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അഴിച്ച് മാറ്റണം. അത് ഈ പ്ലാപ്പ് 2 സൈഡിലായിട്ട് വരും. ഇവിടെയും വരും കേട്ടോ പ്ലാപ്പ്. അപ്പം നമുക്ക് ഈ കണ്ടൻസറുകൾ പുറത്തേക്ക് ഊരെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് അറിയാനായിട്ട് കറക്റ്റ് ലീക്ക് എവിടെയെന്നുള്ള അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫിറ്റിങ്സ് ഉണ്ട് ലീക്ക് നോക്കാനായിട്ട് സെപ്പറേറ്റ്. അപ്പോൾ അതിട്ടിങ്ങായിട്ട് നമുക്ക് ഇത് മാത്രം പ്രഷർ അടിച്ചിട്ട് വെള്ളത്തിൽ മുക്കി നോക്കിയാൽ കറക്റ്റ് ലീക്ക് എവിടെയെന്നുള്ള കാണിക്കും. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു 250-300 പ്രഷർ അടിക്കാം പ്രഷർ ഗേജിൽ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാനിടുന്ന ചെറിയ ചെറിയ ഇങ്ങനത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റാവുന്നതാണ്. കണ്ട, വെള്ളത്തിൽ മുക്കി നോക്കുമ്പോൾ ലീക്ക് എവിടെയെന്നുള്ള കറക്റ്റ് കാണിച്ചു തരും. കടക്കൽ ചെറുതായിട്ട്
കണ്ട നൊര വരുന്നുണ്ടോ ഇവിടെ എത്തി കണ്ട. അപ്പം അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിച്ച് തീരെ അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഗ്യാസ് അടിക്കേണ്ട അങ്ങനത്തെ ഒരു വിഷയവും കാർ എ സിക്ക് വരുന്നില്ല. അത് വീട്ടിലെ ഫ്രിഡ്ജും വീട്ടിലെ എ സി ആയാലും അങ്ങനെ തന്നെയാണ്. ലീക്കില്ലാതെ ഗ്യാസ് ഒരിക്കലും പോകില്ല. അതേപ്പെട്ടെങ്കിൽ ലീക്ക് ഉണ്ടെങ്കിലേ പോവുള്ളൂ.